ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഞാൻ വന്നിരിക്കുന്നത് അനിമയുടെ ഹിസ്റ്ററിയെക്കുറിച്ച് സംസാരിക്കാനാണ്. അനിമ എങ്ങനെ തുടങ്ങി, എങ്ങനെ ഇതിൽ നിന്നും ഇന്ന് കാണുന്ന രീതിയിലേക്ക് എത്തി എന്നെല്ലാം ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നതുണ്ട്. അവസാനം വരെ കാണുക. പിന്നെന്താ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് അനിമ ആദ്യമായി നിർമ്മിക്കുന്നത്. 1917 ജപ്പാനിലെ ആദ്യത്തെ ആനിമേഷൻ ചിത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. 1945 ജപ്പാൻ മോമോട്ടറോ സേക്രഡ് സ്കെയിലേഴ്സ് എന്ന ആദ്യത്തെ അനിമേ ചിത്രം പുറത്തിറക്കി. അനിമേ ചരിത്രത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരുന്നത് ഒസാമു ടെസുക്കയാണ്. അദ്ദേഹം ഗോഡ് ഓഫ് മാങ്ക എന്നറിയപ്പെടുന്നു. 1961 ആസ്ട്രോ ബോയ് എന്ന അനിമേ സീരീസ് പുറത്തിറക്കി. ഇത് അനിമയുടെ തലവര തന്നെ മാറ്റി അതിനെ പ്രത്യേക കലാരൂപമായി ഉയർത്തി. ഇത് വമ്പൻ ഹിറ്റായതുകൊണ്ട് പിന്നീട് ഇതിനു പിന്നാലെ വന്ന അനിമകളുടെ ശൈലി, കഥാപ്രവാഹം എന്നിവയെ ഇത് നിർണ്ണയിച്ചു. പക്ഷേ അനിമ നല്ലതുപോലെ പ്രശസ്തി നേടിയത് 1970 മുതൽ 80 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു. ആ ടൈമിൽ സ്പേസ് ബാറ്റിൽഫീൽഡ്, യാമട്ടോ, മൊബൈൽ സ്യൂട്ട് ഗുണ്ടാം, ഡ്രാഗൺ ബോൾ പോലെ ഫേമസ് ആയ സീരീസുകൾ പുറത്തിറങ്ങി. ഇവ അനിമയുടെ കഥാപ്രവാഹം, ശൈലി എന്നിവയെ കൂടുതൽ വികസിപ്പിച്ചു. ഈ കാലഘട്ടത്തിൽ അനിമ ജപ്പാൻ കടന്ന് വേറെ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. അനിമയുടെ വ്യത്യസ്തമായ ശൈലികൾ, കഥകൾ, കഥാപാത്രങ്ങൾ എന്നിവ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ആകർഷിച്ചു. 1990 മുതൽ 2000 വരെ അനിമയുടെ ഗോൾഡൻ എറ എന്നറിയപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ അനിമ ആഗോളതലത്തിൽ വലിയ പ്രചാരമുണ്ടാക്കി. സെയിലർ മൂൺ, നറൂട്ടോ, വൺ പീസ് തുടങ്ങിയ സീരീസുകൾ ലോകമാകെ അറിയപ്പെട്ടു. ഇതോടെ അനിമ ഒരു ആഗോള സാംസ്കാരിക പ്രതിഭാസമായി മാറി. വിവിധ ഭാഷകൾ ഡബ് ചെയ്യപ്പെട്ട അനിമകൾ, സീരീസുകൾ, സിനിമകൾ, മെർച്ചൻഡൈസ് എന്നിവ വിപണിയിലെത്തി. ഇന്ന് അനിമ ഒരു വലിയ വ്യവസായമായി മാറിക്കഴിഞ്ഞു. 2021 അനിമയുടെ ആഗോള വിപണിയിലെ മൂല്യം 31.2 ബില്യണായിരുന്നു. 2030 60.1 ബില്യണായി ഇത് ഉയരുമെന്ന് കണക്കുകൾ പറയുന്നു. അറ്റാക്ക് ഓൺ ടൈറ്റൻ, ഡീമൺ സ്ലെയർ, ജുജുത്സു കൈസൻ പോലുള്ള സീരീസുകൾ അനിമയുടെ ആഗോള പ്രചാരത്തിൽ വലിയ പങ്കുവഹിച്ചു. സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ്, സോഷ്യൽ മീഡിയ, ഫാൻഡം എന്നിവയുടെ സഹായത്തോടെ അനിമ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചേർന്നു. അനിമയുടെ ചരിത്രം തുടക്കം മുതൽ ഇന്നത്തെ സ്ഥിതി വരെ ഒരു വലിയ അത്ഭുതകരമായ യാത്രയാണ്. അനിമയുടെ ശൈലി, കഥാപ്രവാഹം, കഥാപാത്രങ്ങൾ എന്നിവ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ആകർഷിച്ചു. ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് വീഡിയോ. ഇനി ഇതുപോലുള്ള കണ്ടന്റ് വേണമെങ്കിൽ കമൻ്റ് ഇടുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷനാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.